നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഖുറൈശികൾ ദാറുൻ നദ്വയിൽ ഒരുമിച്ച് കൂടി. ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ പ്രതിനിധി പ്രവാചകനെ വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രതിനിധിയോട് അല്ലെങ്കിൽ ആ ഗോത്രത്തോട് ഒരുപക്ഷെ ബനു ഹാഷിം ഗോത്രം യുദ്ധം ചെയ്യും. അതുകൊണ്ട് ഓരോ ഗോത്രത്തിൽ നിന്നും വീരന്മാരായ ഓരോ യോദ്ധാക്കളെ വിളിച്ചു വരുത്തുകയും അവരെല്ലാവരും കൂടി രാത്രിയിൽ ഉറങ്ങുമ്പോൾ മുഹമ്മദിന്റെ വീട് വളയുകയും അയാൾ പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടി ചാടി വീണ് കൊല്ലുകയും ചെയ്താൽ എല്ലാ ഗോത്രങ്ങളോടും ഒരുമിച്ച് ഏറ്റുമുട്ടുവാൻ ബനു ഹാഷിമിന് കഴിവില്ലാത്തതിനാൽ ഈ പദ്ധതി വിജയിക്കും എന്നവർ കണ്ടു. അങ്ങനെ അവർ പ്രവാചകന്റെ വീട് രാത്രിയിൽ വളഞ്ഞു. ഈ സംഗതി അള്ളാഹു പ്രവാചകന് വഹി ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രിയിൽ അവർ കാണാതെ പ്രവാചകൻ ഹിജറ പുറപ്പെട്ടു പോയി. പോകുന്നതിന് മുമ്പ് പ്രവാചകൻ അലിയോട് പറഞ്ഞു, അലി എൻ്റെ വിരിപ്പിൽ കിടക്കണം, എൻ്റെ പുതപ്പിട്ട് മൂടിക്കിടക്കണം. ശത്രുക്കൾ നോക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയാണെന്നേ തോന്നുന്നു. പിന്നീട് തൻ്റെ കയ്യിൽ അമാനത്തായി ഏൽപ്പിച്ചു വെച്ചിട്ടുള്ള ഖുറൈശികളുടെ സാധനങ്ങളൊക്കെ തന്നെ ഇത് ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. ശത്രുക്കൾ കാണാതെ ഒരു പിടി മണ്ണുവാരി ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് എറിഞ്ഞ് പ്രവാചകൻ നടന്നുപോയി. അവരാരും കണ്ടില്ല. രാവിലെ പ്രവാചകൻ പുറത്ത് ഇറങ്ങുമ്പോൾ വെട്ടാൻ വേണ്ടി നിന്നിരുന്ന അവരുടെ ഇടയിലേക്ക് എഴുന്നേറ്റ് വന്നത് അബൂ ത്വാലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. തങ്ങൾക്ക് പറ്റിയ അബദ്ധമോർത്ത് അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്.